ശ്രീകൃഷ്ണ ലീല അകാസുരവധം. ഒരു ദിവസം പതിവ് പോലെ പ്രഭാതത്തിൽ ഉണ്ണിക്കണ്ണനും ചങ്ങാതിമാരും പശുക്കളെയും കൊണ്ട് പുറപ്പെട്ടു. എന്തോ കാരണവശാൽ അന്ന് ബലരാമൻ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് പോകരുതെന്ന് നന്ദഗോപരും യശോദയും പലവട്ടം പറഞ്ഞിട്ടും കണ്ണൻ അനുസരിച്ചില്ല. 1000-ലധികം പശുക്കുട്ടികളുണ്ടായിരുന്നു അവർക്ക് പരിപാലിക്കുവാൻ. അവയെ പുൽത്തകിടിയിലും ഗോവർദ്ധനത്തിൻ്റെ താഴ്വാരത്തിലും മേയാൻ വിട്ട് കുമാരന്മാർ വിവിധ കളികളിൽ ഏർപ്പെട്ടു. പശുക്കിടാങ്ങളെ വെള്ളം കുടിപ്പിച്ച് മേയാൻ വിട്ടിട്ട് അവർ മടങ്ങി വരുമ്പോൾ വഴി ഒരു പുതിയ ഗുഹ കണ്ടു. അതൊരു ജീവിയുടെ വായയാണെന്ന് തോന്നത്തക്ക വിധം അത്ര വിസ്താരമുള്ളതായിരുന്നു. ഭൂമിയും ആകാശവും മുട്ടത്തക്ക വിധം വാസ്തവത്തിൽ അത് ഒരു ഉഗ്രൻ സർപ്പത്തിൻ്റെ വായയായിരുന്നു. യഥാർത്ഥ സർപ്പമല്ല. ഒരു യോജന നീളവും പർവ്വതം പോലെ ശരീരവുമുള്ള ഒരു പെരുമ്പാമ്പിൻ്റെ രൂപമുള്ള ഒരു അസുരൻ അവിടെ വന്ന് കിടക്കുകയാണ്. തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങളായ ഭഗനെയും പൂതനയെയും കൊന്നതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവരുടെ അനുജനായ അഗൻ എന്ന അസുരൻ. അതും കംസൻ്റെ നിർദ്ദേശത്താൽ തന്നെയാണ്. ഈ ഗുഹയിൽ കൂടി പോയ നല്ല പുന്മേടുകൾ അപ്പുറത്തെങ്ങാനുണ്ടെങ്കിൽ എളുപ്പം കണ്ടെത്താൻ കഴിയും. ഈ എളുപ്പവഴി നമ്മൾ മുന്നേ കണ്ടിട്ടേയില്ല. ഇങ്ങനെയെല്ലാം തമ്മിൽ പറഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാം കൂടി ആ ഗുഹയ്ക്കകത്ത് കയറി. അല്പസമയത്തിന് ശേഷം അവർക്ക് മനസ്സിലായി അതൊരു പെരുമ്പാമ്പിൻ്റെ ഉദരത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്ന്. ഗോപകുമാരന്മാർ ഭയന്നു നിലവിളിച്ചു. ഏറ്റവും പിന്നിൽ നടന്നിരുന്ന ഉണ്ണിക്കണ്ണനും പെരുമ്പാമ്പിൻ്റെ വായിൽ എത്തിക്കഴിഞ്ഞു. ചെങ്ങാതിമാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ദേവകി നന്ദൻ അവരുടെ സമീപം ചെന്നെത്തിയത്. താൻ ഉദ്ദേശിച്ചവരെല്ലാം തൻ്റെ ഉദരത്തിൽ അകപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അസുരൻ പെട്ടെന്ന് വായ അടച്ചു. കാളിന്തി നദിയുടെ വേറൊരു ഭാഗത്ത് കാളിയ എന്ന ഘോര സർപ്പമുള്ളതായി അഗൻ കേട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോകാം എന്ന് കരുതി ഇഴയാൻ തുടങ്ങിയെങ്കിലും അല്പം പോലും മുന്നോട്ട് ചലിക്കാൻ ആ ദുഷ്ടന് കഴിഞ്ഞില്ല. പെരുമ്പാമ്പിൻ്റെ വായിലകപ്പെട്ട ഗോപകുമാരന്മാർ മരണഭീതിയിൽ വിഷമിക്കുന്നത് കണ്ട് കണ്ണൻ അവരെ ആശ്വസിപ്പിച്ചു. പതുക്കെ പതുക്കെ കണ്ണൻ വളരാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ആകാശത്തോളം ഉയരം വെച്ചു. വാമനമൂർത്തിയായിരുന്നപ്പോൾ കഴിഞ്ഞ ത്രിവിക്രമന് അതൊരു പ്രശ്നമായിരുന്നേയില്ല. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ രൂപത്തെ ഉൾക്കൊള്ളാൻ അകാസുരന് കഴിഞ്ഞില്ല. അയാളുടെ വയർ വീർത്തു വന്നു. ശ്വാസം മുട്ടി കണ്ണുകൾ തുറിച്ചു. അസുരൻ്റെ വയർ പൊട്ടി. വേദന കൊണ്ട് അയാൾ ഉരുളാൻ തുടങ്ങി. തൻ്റെ ഉദരത്തിൽ കിടന്ന പരമ്പൊരുളിനെക്കുറിച്ച് അസുരൻ ഓർമ്മിച്ചു. അതോടെ അയാൾ യഥാർത്ഥ രൂപം കൈക്കൊണ്ടു. അതിനിടയിൽ കണ്ണനും കൂട്ടുകാരും അസുരൻ്റെ വായിൽ കൂടി പുറത്തു കടന്നു. പരമദുഷ്ടനായിട്ടും അഗന് മോക്ഷം ലഭിച്ചു. ഏതാനും നിമിഷം മോക്ഷദായകനായ ഭഗവാൻ അവൻ്റെ ഹൃദയത്തിന് സമീപം കുടികൊള്ളുകയും അവനെ സ്പർശിക്കുകയും ചെയ്തുകൊണ്ട് അവൻ പാപവിമുക്തനായി.